ഹലോ ചിൽഡ്രൻ. സോ നമ്മൾ ജൂലിയൻ കോപ്പയ്ക്കിൻ്റെ ജംഗിൾ എയർ ക്രാഷ് ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഓൾമോസ്റ്റ് മിഡിലോളം നമ്മൾ എത്തിയിരുന്നു. സോ ലെറ്റ് us കണ്ടിന്യൂ വിത്ത് ദ ലെസൺസ്. സോ ജൂലിയൻ was totally alone in the Amazon jungles, as he was miraculously escaped, even if he was miraculously escaped from the jungle air crash, but she had to continue the journey in that deep jungle totally alone. But still she was courageously she was moving on and on. She was continue with her journey. And let us have a look how his physical body react to that jungle problems, or how that wounds try to change, how the wounds in her body started to change. The open wound of my foot was getting worse due to the infection by insects. So air crash, just after the air crash we already go through the in the lesson we saw that she had a deep wound or a deep cut on her foot. So that wound get worsened. ഓരോ ദിവസം കഴിയുന്തോറും ആ ഒരു wound ഒന്നുകൂടി വേഴ്സ്റ്റായി വന്നു. ആൻഡ് ഇൻഫെക്ഷൻ ആവാൻ തുടങ്ങി. കാരണം ടോട്ടലി ഒരു ബാഡ് അറ്റ്മോസ്ഫിയറിലാണ് അവൾ ഇപ്പം നിൽക്കുന്നത്. അവളതിനെ ക്ലീൻ ചെയ്യാനോ ഒന്നുമുള്ളൊരു അവസ്ഥയില്ല. അതിനെ ക്ലീൻ ചെയ്യാനോ മരുന്ന് വയ്ക്കാനോ ഒന്നും അവൾക്ക് സാധിച്ചിട്ടില്ല. സോ the wound get worse due to the infection by insects. Insects start attacking the wound, and every time the flies stung, they were laying eggs in my wounds, in her wounds. Every time the flies, maybe the ഇവിടെ ഫ്ലൈസ് എന്ന് പറയുന്നത് എന്താ, ഈച്ചയും കൊതുകും എന്തൊക്കെയാണോ അവിടെ ഉള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലൈസ്, അത് ഓരോ ടൈമും അത് നമുക്കറിയാമല്ലോ, മനുഷ്യമാംസമാണെങ്കിലും അത് ഒരു വൂണ്ട് ഓപ്പണായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പഴുക്കാൻ തുടങ്ങുമ്പോൾ അവിടേക്ക് ഈ ഇൻസെക്ട്സ് ദേ സ്റ്റാർട്ട് കമ്മിങ് ടു ദാറ്റ് wound, and they start laying eggs in that wound. അതിൽ ആ വൂണ്ടിൽ വന്ന് ഓരോ ഇൻസെക്റ്റ് അതിൽ ജസ്റ്റ് വന്ന് കുത്തുമ്പോഴും അവർ അതിൽ മുട്ടയിട്ട് പോകാൻ തുടങ്ങി. ആ മുറിവിൽ വന്ന് മുട്ടയിട്ട് പോകാൻ തുടങ്ങി. ആൻഡ് ഔട്ട് ഓഫ് ദിസ് വേ ലേയിങ് എഗ്സ് ഇൻ മൈ വൂണ്ട്സ്, ആൻഡ് ഔട്ട് ഓഫ് വിച്ച് ദേ വെയർ ഹാച്ചിങ് മഗോഡ്സ്. ഇപ്പോൾ മഗോഡ്സ് മീൻസ് സ്മോൾ ലാവ കൈൻഡ്. ഇപ്പോൾ ചെറിയ തരത്തിൽ പുഴുക്കൾ വരാൻ തുടങ്ങി. ആ മഗോഡ്സ്, ആ മുട്ടകൾ വിരിഞ്ഞ് അതിൽ നിന്ന് ആ മുറിവിൽ നിന്ന് പതുക്കെ പുഴുക്കൾ വരാൻ തുടങ്ങി. ഔട്ട് ഓഫ് വിച്ച് വെയർ ലേയിങ് എഗ്സ് ഇൻ മൈ wounds, and out of which they were hatching maggots. Helplessly I watched them emerge, but Julian was totally helpless. She is watching all this. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, സ്വന്തം ശരീരത്തിൽ നിന്ന് പുഴുക്കൾ, സ്വന്തം ശരീരത്തിലൊരു മുറിവിൽ നിന്ന് പുഴുക്കൾ പുറത്തേക്ക് വരുന്നത് നോക്കിയിരിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. എന്നിട്ടും ജൂലിയൻ തളരുന്നില്ല എന്നുള്ളതാണ്. അത് കണ്ടുകൊണ്ടിരിക്കേണ്ട ഒരവസ്ഥയാണ് ജൂലിയൻ ഇപ്പോൾ ഉള്ളത്. ഹെൽപ്ലെസ്ലി ഐ വാച്ച്ഡ് ദം എമർജ്, ആൻഡ് ഈച്ച് വൺ വാസ് എബൌട്ട് എ സെൻറ്റിമീറ്റർ ലോങ്. അതും ഇറ്റ് വാസ് നോട്ട് ദാറ്റ് മച്ച് സ്മോൾ, ഇറ്റ് വാസ് എ സെൻറ്റിമീറ്റർ ലോങ്. ഒരു സെൻറ്റിമീറ്ററോളം അതിന് നീളവും ഉണ്ടായിരുന്നു. ആൻഡ് ദേ വെയർ ഈറ്റിങ് മീ അലൈവ്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, അത് ആക്ച്വലി ദോസ് maggots were eating Julian alive. ജീവനോടുകൂടി അവർ ആ പുഴുക്കൾ നമ്മുടെ ജൂലിയനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാൻ യു ഇമാജിൻ ദാറ്റ്? സോ ഐ തോട്ട് ദേ വെയർ ambute if I ever survive. അപ്പോൾ I start feeling if they start eating me like this, surely I will lose my foot itself, I will lose my leg itself. ആ ഒരു കാല് തന്നെ അവർ
കട്ട് ചെയ്ത് കൊണ്ടുപോകും. ഇങ്ങനെ തിന്ന് എനിക്കത് ആ ഒരു കാല് തന്നെ ഇല്ലാണ്ടാവുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഇവരെന്നെ തിന്ന് എൻ്റെ കാല് തന്നെ ചിലപ്പോൾ തിന്നിരിക്കും എന്ന് ചിന്തിക്കുകയാണ്. സോ അത്രയും നമ്മൾ ഗോഡ്, അപ്പോൾ അവൾ ദൈവത്തെ വിളിച്ചു പോവുകയാണ്. അത്രയ്ക്കും അവസ്ഥയായി. നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ ഒരു പ്രായത്തിലുള്ളൊരു പെൺകുട്ടി ഇതിനെയൊക്കെ സർവൈവ് ചെയ്ത്, നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇറ്റ്സ് നോട്ട് എ സ്റ്റോറി, ഇറ്റ്സ് എ റിയൽ ഇവൻറ്റ്. സോ അപ്പോൾ അതിൻ്റെ ഒരു റിയാലിറ്റിയിൽ അങ്ങനെ ഒരാൾ സഫർ ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ, യു ജസ്റ്റ് ഇമാജിൻ ദാറ്റ്. സോ the river that I painstakingly followed was widening. Whenever I could get a good view ahead, I risked swimming. So the river, അവൾ നടന്നുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ അവൾ സൈഡിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരുന്ന റിവർ, ദാറ്റ് വാസ് become bigger. സോ വെനെവർ ഐ കുഡ് ഗെറ്റ് എ ഗുഡ് വ്യൂ അഹെഡ്, അപ്പോൾ എനിക്ക് കുറച്ച് ദൂരത്തോളം കാണാൻ പറ്റുന്ന ഒരു ദൂരം എത്തിയെന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നേരെ നോക്കിയാൽ ഒരു പരിധി വരെ കാണാവുന്ന ഒരു കുറച്ചധികം ദൂരം കാണാവുന്ന ഒരു സ്ഥലം എത്തിക്കഴിഞ്ഞാൽ ഐ റിസ്ക് സ്വിമ്മിങ്. അപ്പോൾ എന്താ, അത്രയും ദൂരം അവൾക്ക് ഈ വെള്ളത്തിൽ കൂടി പോകണ്ട, അല്ലെങ്കിൽ ഇതിൻ്റെ റിസ്കുകളിലൂടെ പോകണ്ട. പിന്നെ അവളുടെ കാല് ഇത്രയും വേദനയുണ്ട്. അപ്പോൾ ജസ്റ്റ് കുറച്ചും കൂടി വേഗത്തിൽ, ക്ഷീണവും ഉണ്ട് അവൾക്ക്. അപ്പോൾ വെള്ളത്തിലാവുമ്പോൾ എന്താണ്, നമ്മൾ വി ബിക്കം വെയ്റ്റ്ലെസ്, റൈറ്റ്? സോ ഇൻ സച്ച് കേസസ് ഹി സ്റ്റാർട്ടഡ് സ്വിമ്മിങ്. ഇറ്റ് വാസ് ഫാസ്റ്റർ. സോ അത്രയും ദൂരം അവൾക്ക് ഇപ്പോൾ കുറച്ചും കൂടി നമ്മൾ നടന്നെത്തുന്നതിനേക്കാൾ സ്പീഡിൽ ഫാസ്റ്റായിട്ട് എത്താൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് ഹി സ്റ്റാർട്ടഡ് സ്വിമ്മിങ്. It was faster because the current carried along. On land, I picked my way careful towards where I put my feet, because the rotting foliage could conceal a snake or a poison thorn, a black crab. ഇപ്പോൾ എന്തൊക്കെയുണ്ടോ കാല് എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ദൂരം വെള്ളം അവളെ കൊണ്ടുപോകും. ആ ഒരു നദിയിൽ നീന്തുന്ന സമയത്ത് വെള്ളം അവളെ കൊണ്ടുപോകും. പക്ഷെ അല്ലാത്ത സമയത്തോ ഓൺ ലാൻഡ്, പക്ഷേ എപ്പോഴൊക്കെയാണ്, whenever he have to walk through the land, he was very careful. She was very careful. Why? There were many dangers there in the land. She had to keep every foot very careful, because there are a lot of rotting foliage. എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെ ചീഞ്ഞ് അളിഞ്ഞ് കിടക്കുന്ന മരക്കൊമ്പുകളുടെയും ഇലകളുടെയും ഒക്കെ ഇങ്ങനെ ചീഞ്ഞളിഞ്ഞ അവശിഷ്ടങ്ങൾ അവിടെ കിടക്കണം. അപ്പോൾ അതിൻ്റെ അടിയിലായിട്ട് എന്തൊക്കെ ഉണ്ടാവാം, there may be a snake, there may be a poisonous thorn, ഒരു മുള്ള്, പോയിസണസ് ആയിട്ടുള്ളൊരു മുള്ളോ, thorn means മുള്ള്, or a black crab, ഒരു ഞണ്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം. So it's really dangerous. So if you tread on a crab, I told myself, you are done for. ഇപ്പോൾ ഒരു ക്രാബിനെ എങ്ങനെയാണ് ചവിട്ടിയെങ്കിൽ പിന്നെ അതിൻ്റെ കടിയും കൂടി. അപ്പോൾ അത് അവൾക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. അത്രയും ഒന്നാമതേ കാല് മുറിഞ്ഞ് ആകെ ഇതായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടി ഇങ്ങനെയും കൂടി ആയാൽ എന്താവസ്ഥയായിരിക്കും. So walking had become progressively harder. The lack of the food and the humid 45 degrees heat had made me weaker. It was really difficult for her to walk, because he was really getting weak every day. There is nothing much to eat, and the lack of food, she couldn't get enough food to eat, and the humid of 45 degrees heat, and the heat is almost 45 degrees. So both these situations made her more weaker and weaker. And the river was now so swift means so speedy, that I could no longer swim in it. Now she couldn't swim in the water, because now it is moving in a very fast way. The river is going in a very fast way. So late one afternoon, I was looking for a spot to lie down for the night. It was the 10th day. അപ്പോൾ ഒരു ദിവസം ആഫ്റ്റർനൂണിൽ അവൾ അന്ന് വൈകുന്നേരം എവിടെയാണ് റെസ്റ്റ് ചെയ്യാൻ, വൈകുന്നേരം എവിടെയാണ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒന്ന് റെസ്റ്റ് എടുക്കുക എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അത്. അപ്പോഴേക്കും 10th day ആയി, 10 ദിവസമായി ഈ ആക്സിഡൻറ്റ് കഴിഞ്ഞ്. അവളുടെ അമ്മയും കൂടി ഉണ്ടായിരുന്ന ട്രാവലേഴ്സിനെ ഒന്നും കാണാതെ 10 ദിവസമായി അവളിങ്ങനെ
ആമസോൺ കാടുകളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു ഒറ്റയ്ക്ക്. ഭക്ഷണം പോലും ഇല്ല, ആവശ്യത്തിന് മുറിവുകളുണ്ട് ശരീരത്തിൽ. ഇങ്ങനെയൊക്കെ ഉള്ള അവസ്ഥയിൽ അവൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. So, as I later, it was the 10th day, as later reconstructed it, suddenly I saw a boat moved on the river bank. So, അന്ന് അന്ന് അവൾ അപ്രതീക്ഷിതമായിട്ട് അവൾ കണ്ട ഒരു കാഴ്ച, അവിടെ ഒരു ബോട്ട് റിവർ സൈഡിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. സോ ലേറ്റ് ഐ സോ എ ബോട്ട് മൂവ്ഡ് ഓൺ ദ റിവർ ബാങ്ക് ആൻഡ് ദർ വാസ് എ പാത്ത് ലീഡിങ് ടു എ സ്മോൾ ഹട്ട്. സോ ലക്ലി there was a path leading from the boat. അപ്പോൾ അവിടെ നിന്ന് ആരൊക്കെയോ നടന്നു പോയതിൻ്റേതായി പോയി ഉണ്ടായി വന്നിരിക്കുന്ന ഒരു വഴിയും അവിടെ കാണാം. So leading is, and it was leading to a small hut. So I entered, she entered and saw the floor a small outboard motor carefully wrapped in plastic and a can of petrol. So in that hut there were no humans, but there was a motor and a can of petrol was there. Clearly someone would be coming back, but when? So she became happy because one day or another someone will come, but the problem is that when the person will come is an unknown thing. അപ്പോൾ എന്ന് വരും അല്ലെങ്കിൽ എപ്പോൾ വരും എന്നുള്ളത് ഒരു ഉറപ്പില്ലാത്ത കാര്യമാണ്. ഒരു ബോട്ടുണ്ട്, അവിടെ ഒരു മോട്ടർ ഉണ്ടെന്നൊക്കെ പറയുന്നത് ഓക്കെ, അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അവിടെ ഹ്യൂമൻ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. പക്ഷെ എപ്പോൾ വരും എന്നുള്ളത് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. So I lay down on the floor and slept badly because I kept listening for human voices. So she lay down in that hut for the whole night, but she couldn't sleep properly. Why? She is expecting someone will come. So she is expecting every time she is expecting, okay, someone will come. She is expecting any kind of human voices, but she only heard some screaming of monkeys, screeching parakeets, all these things, nothing else. എവിടെ നിന്നോ മങ്കികളുടെയും കുരങ്ങിൻ്റെയും അതുപോലെ തന്നെ കിളികളുടെയും ഒക്കെ ഒച്ചകൾ മാത്രമാണ് അവൾ കേട്ടത്. വേറെ ഒന്നും അവൾക്ക് കേൾക്കാൻ സാധിച്ചില്ല. അറ്റ് അതർ ടൈംസ് സംതിങ് സീം ടു ബി മൂവിങ് ഔട്ട്സൈഡ് ഡേഞ്ചറസ്ലി നിയർ. അത് മാത്രമല്ല, ഏതൊക്കെയോ ഡേഞ്ചറസ് ആനിമൽസ് മൂവ് ചെയ്യുന്നതുമായിട്ട് അവളുടെ തൊട്ടടുത്തേക്കൂടി, ആ ഹട്ടിൻ്റെ തൊട്ടടുത്തേക്കൂടി മൂവ് ചെയ്യുന്നതായിട്ട് അവൾക്ക് ഫീൽ ചെയ്തു. ദ നെക്സ്റ്റ് മോർണിംഗ് ഷീ വാണ്ടഡ് ടു push on. She wanted to continue her journey. So it might be days. So she know she couldn't expect more, or she couldn't continue in that hut for long time, because the human may come only after days, maybe only after days, maybe after weeks, maybe after even more time. So she couldn't wait there for a long time. So before the people came for their boat, but I didn't want to take a boat which belonged to someone else. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, she never want to take the boat. If she take the boat, she may move in a speed away. She could have escaped from that place. അല്ലേ, അവൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയേനെ. ബട്ട് she in that particular situation, even in that particular situation, she was not ready to stall something which belongs to someone else. വേറെ ആരുടെയോ ആയ ഒരു സാധനത്തിന് ഇത്രയും ഒരു മരണം മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്, എന്നിട്ട് പോലും അത് എടുക്കാനായിട്ട് അവൾക്ക് താല്പര്യമുണ്ടായില്ല. കാരണം അത് വേറൊരാളുടെയാണ് എന്നുള്ളതുകൊണ്ട് ആ ബോട്ട് അവൾ എടുക്കാൻ തയ്യാറായില്ല. കാരണം അവൾ ഈ ബോട്ട് എടുത്തുകൊണ്ട് പോയാൽ ചിലപ്പോൾ ആ വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ. അപ്പോൾ അത്രയും ഒരു ഗുഡ് ഹാർട്ട് ഉണ്ട് അവൾക്ക്. ഇത്രയും അവസ്ഥയിലും അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു വ്യത്യസ്തമായൊരു പേഴ്സണാലിറ്റി തന്നെയാണ്. So the rain was pouring down, but I didn't want to take a boat which belongs to someone else. However, the rain was pouring down again, so I stayed in the hut. But when she was going to start the journey, it started raining, so she couldn't continue her journey. So she stayed there in that hut. And then I heard voices there. 3 men plunged in the form of downpour. Well, one of them exclaimed in Spanish, "What we have here? What have we here?" അപ്പോഴാണ് three men came in that rainfall, and one among them he asked, "Who's this?" or "What strange thing is this?" So the men were mestizo, half white and half Indian,
half red Indian hunters. So half white and half Indian hunters ആണ്, മെസ്റ്റിസോ പീപ്പിളാണ്. ആൻഡ് ദേ ടോൾഡ് ദേ കെപ്റ്റ് സെവറൽ huts in the jungle for their expeditions. അപ്പോൾ അവർ പല ഹട്ട്സ് ജംഗിളിൻ്റെ ഉള്ളിലായിട്ട് തന്നെ പലയിടത്തായിട്ട് അവർ പല വീടുകൾ ഇതുപോലെയുള്ള കുടിലുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവരുടെ ഹണ്ടിങ്ങിനും അതുപോലെ തന്നെ അവരുടെ പല കാര്യങ്ങൾക്കുമായിട്ട് അവരവിടെ പലയിടത്തായിട്ട് അവർ ഹട്ട്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് ദേ ന്യൂ എബൌട്ട് ദ ക്രാഷ് ആൻഡ് വൺ ഓഫ് ദം ഹാഡ് ആക്ച്വലി ബീൻ ഇൻ സെർച്ച് ഓഫ് ദ പ്ലെയിൻ വിച്ച് ഫ്ലൂ ഓവർ ദ ജംഗിൾ ആഫ്റ്റർ ദ ആക്സിഡൻറ്റ്. സോ വൺ ഓഫ് ദം they were actually aware of the jungle air crash, and one among them he is actually in search for the plane, but they couldn't find out the plane, and which flew over the jungle after the accident. So we could see nothing, he said. No people, no wreckage. They washed me with salt water and put salve on my wounds. ഇപ്പോൾ എന്ത് ചെയ്തു അവർ? ഈ പുഴുക്കൾ വന്നുകൊണ്ടിരിക്കുന്ന അവളുടെ വൂണ്ട് അവർ സോൾട്ട് വാട്ടർ യൂസ് ചെയ്ത് വാഷ് ചെയ്തു, അല്ലേ? അപ്പോൾ അവരുടെ അടുത്ത് വേറെ ആൻറ്റിബയോട്ടിക്സ് വേറെ ഒന്നും ഇല്ലെങ്കിലും ഏറ്റവും നല്ലൊരു അണുനാശിനിയാണ് ഉപ്പ് വെള്ളം എന്ന് പറയുന്നത്. നമ്മളായാലും പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ടോ അതുപോലെ തന്നെ എന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഉപ്പ് വെള്ളം ഉപയോഗിച്ച് കഴുകുക എന്നുള്ളത്. അപ്പോൾ അവരതാണ് ആദ്യം ചെയ്തത്. അവരുടെ കയ്യിൽ വേറെ അധികം മരുന്നുകളൊന്നുമില്ല. And they put a kind of salve means a kind of ointment on her wounds, and they made fruit mash muffy, but I was unable to eat. A fruit mash means a crushed fruit. We can say it is not properly fruit juice, but it is something different. ഒരു പക്ക ഫ്രൂട്ട് ജ്യൂസ് എന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെ ഫ്രൂട്ട്സിനെ തന്നെ ക്രഷ് ചെയ്ത് അത് നമ്മൾ ജ്യൂസ് ആകുമ്പോൾ നമ്മളതിൻ്റെ ആ ഒരു അത് പിഴിഞ്ഞിട്ട് വരുന്ന ബാക്കി എടുത്ത് മാറ്റും. പക്ഷെ ഇതങ്ങനെയല്ല, ഇങ്ങനെ ക്രഷ് ചെയ്ത് അത് പിഴിഞ്ഞിട്ട് ആ മിക്സോടുകൂടി തന്നെ കൊടുക്കുന്നതാണ് പറയുന്ന മാഷ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഏർലി നെക്സ്റ്റ് മോർണിംഗ് ദേ കോട്ട് ദെയർ ബോട്ട് റെഡി ആൻഡ് ലുക്ക് മീ ഡൗൺ റിവർ. അപ്പോൾ നെക്സ്റ്റ് മോർണിംഗ് they got their boat ready and they took me. അവർ ഇവളെയും കൊണ്ട് യാത്ര തുടങ്ങുകയാണ്. സോ മൈ റിവർ ഇറ്റ് വാസ് ഷെബോയ. അപ്പോഴാണ് അവൾ ഇത്രയും ദിവസം ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു റിവറിൻ്റെ പേര് മനസ്സിലാവുന്നത്. ഇറ്റ് വാസ് ഷെബോയ became wider and swifter, more dangerous. അപ്പോൾ നോക്കിയപ്പോഴെന്താണ്, അവിടെ നിന്ന് ഫ്രണ്ടിലേക്ക് അത് കൂടുതൽ വേഗതയുള്ളതും അതുപോലെ തന്നെ കൂടുതൽ കൂടുതൽ വലുതും ആവാൻ തുടങ്ങി. സോ ഐ ലുക്ക്ഡ് അറ്റ് ദ ഷോർ വെയർ ഐ വുഡ് ഹാവ് ഹാഡ് ടു വാക്ക് ആൻഡ് സോ ഇറ്റ് ബിക്കം മോർ ആൻഡ് മോർ ഇംപാസിബിൾ. അപ്പോൾ അവൾ വീണ്ടും അവിടുന്ന് ട്രാവൽ ചെയ്തിരുന്നെങ്കിലും അവൾക്ക് അധികം നടക്കാൻ പറ്റില്ലായിരുന്നു. കാരണം അതൊന്നും കൂടി ട്രാവൽ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളിലേക്ക് ആയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ അഭാഗ്യത്തിനാണ് അവൾക്ക് അവിടെ നിൽക്കാൻ പറ്റിയതും ഇവരെ കാണാൻ സാധിച്ചതൊക്കെ. സോ ഇറ്റ് ടുക്ക് us hours to get the jungle settlement of Torna Vista. അപ്പോൾ അവർ മണിക്കൂറുകൾ കൊണ്ട് ഒരു ജംഗിൾ ഇതുപോലെ തന്നെ ഒരു ചെറിയൊരു സെറ്റിൽമെൻറ്റ് ഹൗസ്, ടൂർണ വിസ്റ്റയിലുള്ള ഒരു ചെറിയ കാട്ടിൽ തന്നെയുള്ള ഒരു ചെറിയ സെറ്റിൽമെൻറ്റ് ഹൗസിലെത്താണ്. ആൻഡ് പീപ്പിൾ കെയിം റണ്ണിങ് ആൻഡ് ഷൗട്ടിങ് ബട്ട് പീപ്പിൾ സ്റ്റാർട്ട് സ്റ്റെയറിങ് അറ്റ് ഹർ. എന്തോ അത്ഭുതം കാണുന്ന പോലെയാണ് ഇവളെ വന്ന് എല്ലാവരും നോക്കാൻ തുടങ്ങിയത്. കാരണം വേറൊന്നുമല്ല, ഇവിടെ റീസൺ പറയുന്നുണ്ട്. പീപ്പിൾ കെയിം റണ്ണിങ് ആൻഡ് ഷൗട്ടിങ് to stare at me. One of my rescuers explained why. My eyes were so bloodshot. They looked entirely red. Why? The reason was that her eyes were totally red and her face was disfigured and swollen.
വീർത്ത് ഒരു മനുഷ്യക്കോലത്തിൽ നിന്ന് വ്യത്യസ്തമായൊരു രൂപമായ ആളുടെ പലതരത്തിലുള്ള കൊതുകും പല ഫ്ലൈസൊക്കെ കടിച്ച് ഒരു മുഖമൊക്കെ ഷെയ്പ്പൊക്കെ മാറിയ പോലെ വീർത്ത് മുഖമൊക്കെ ഷെയ്പ്പൊക്കെ മാറിയിരിക്കുകയാണ്. സോ റൺ ഔട്ട് ഓഫ് ദ ഷേപ്പ് ഫ്രം ദ ഇൻസെക്ട്സ് ബൈസ് ആൻഡ് മൈ ആംസ് ആൻഡ് ലെഗ്സ് വെയർ പോക്ഡ് വിത്ത് ഫോംലേഷൻസ്. അപ്പോൾ ശരീരം മുഴുവനും പുഴുക്കൾ എഴഞ്ഞതിൻ്റെ പലതരത്തിലുള്ള പുഴുക്കളും ജീവികളൊക്കെ എഴഞ്ഞതിൻ്റെ പാടുകളൊക്കെയാണ്. സോ അതൊരു എന്നെ കണ്ടൊരു പേടി സ്വപ്നം പോലെയുള്ളൊരവസ്ഥയായിരുന്നു. ഒരു മനുഷ്യക്കോലം ആയിരുന്നില്ല. That is why they start shouting and staring at Julian. Because Chorna Vista was an entirely agricultural colony, and it had a small dispensary where I was washed, my wounds treated. അവിടെ ഒരു ചെറിയൊരു അഗ്രികൾച്ചറൽ കോളനി, അത് ഒരു ചെറിയ ഹോസ്പിറ്റൽ, ചെറിയൊരു ഡിസ്പെൻസറി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ വൂൺസിനെ ട്രീറ്റ് ചെയ്തു. ആൻഡ് ദേ യൂസ്ഡ് സ്പെഷ്യൽ മെഡിസിൻ ടു ക്ലീൻ. They started cleaned my wounds with a special kind of medicine and gave me an injection to counteract the inflammation. അപ്പോൾ ഈ വീർത്തിരിക്കുന്നത്, നീര് വന്ന് വീർത്തിരിക്കുന്നത് കുറയാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക തരത്തിലുള്ള ഇഞ്ചക്ഷനൊക്കെ എനിക്ക് തന്നു. സോ 11.5 days, അപ്പോൾ 10 ദിവസമായി എൻ്റെ 10ാമത്തെ ദിവസമായിരുന്നു ജൂലിയൻ ഹട്ടിലേക്ക് കയറി ചെന്നത്. 11ാമത്തെ ദിവസം 11.5 ദിവസം ആയപ്പോഴാണ് ഔട്ട് ഓഫ് ദ ക്രാഷ് ഐ അഗെയിൻ ബോർഡഡ്. വീണ്ടും she just entered in a plane, a small twin engine plane that took me to the US mission base Summer Institute linguistic which is near Pucallpa, where American doctor looked after me. അപ്പോൾ വീണ്ടും അവളെ ഹോസ്പിറ്റലിലേക്ക്, അമേരിക്കൻ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ് ഒരു ഫ്ലൈറ്റ്, ചെറിയൊരു ഫ്ലൈറ്റിൽ. ആൻഡ് there Julian's daddy arrived and an American doctor look after her. US Mission Base Summer Institute of Linguistics near Pucallpa, where American doctor look after me with the help of my directions. അപ്പോൾ എൻ്റെ ഡയറക്ഷൻസ് അനുസരിച്ച് ഈ പ്ലെയിനെ ഇവർ കണ്ടെത്തി. എവിടെയാണ് ഇവൾ പറഞ്ഞു കൊടുത്ത ആ ഒരു ഡയറക്ഷൻ അനുസരിച്ച് ഇവർ കണ്ടെത്തിയ ഫ്ലൈറ്റ് എവിടെയാണ് ക്രാഷ് ആയത്. ഡാഡി അറൈവ് ടു സ്റ്റേ മൈ സൈഡ്. അപ്പോൾ അപ്പോഴേക്കും ഇവരുടെ ഫാദർ വന്നു. ആൻഡ് ഹി ടോൾഡ് മീ ദാറ്റ് ഐ വാസ് സസ്പെക്റ്റഡ് മൈ മദർ വാസ് ഡെഡ്. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് തന്നെയായിരുന്നു സംഭവിച്ചത്. മൈ മദർ വാസ് നോ മോർ. അപ്പോൾ എൻ്റെ അമ്മ ജീവിച്ചിരുന്നില്ല. അപ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായിരുന്നു. ഇത്രയായപ്പോൾ കാണാണ്ടായപ്പോഴും പലതുകൊണ്ട് ഇനി എൻ്റെ അമ്മയെ കാണാൻ പറ്റുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് തന്നെ സംഭവിച്ചു. And searches from Lactra scattered over 16 kilometers of jungle. The cause of the crash, how Julian got safely down, are unknown. അപ്പോൾ ഇത് സെർച്ചേഴ്സ് ഒരു ഫൗണ്ട് ഇലക്ട്ര. അപ്പോൾ ഈ ഒരു ഫ്ലൈറ്റ് ഏകദേശം ഒരു 16 കിലോമീറ്റേഴ്സോളം ഇത് സ്കാറ്റേർഡായിട്ട് പലയിടത്തായിട്ടായിരുന്നു ഇതിൻ്റെ ഓരോ പാർട്സും പലയിടത്തായിട്ടാണ് കണ്ടുകിട്ടിയത്. അപ്പം എങ്ങനെയാണ് ജൂലിയൻ സേഫായിട്ട് Julian was the one and only survivor in that plane crash. All others in that flight they got died. അപ്പം എങ്ങനെ ജൂലിയൻ മാത്രം എങ്ങനെ മരിക്കാതിരുന്നു എന്നുള്ളത് ഇപ്പോഴും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഇപ്പോഴും പലർക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഒരു തിയറി അതിന് പറയുന്നത്, വൺ തിയറി ഈസ് ദ പ്ലെയിൻ എക്സ്പ്ലോഡഡ് 3000 meters that the fall of some pieces was cushioned by enormous upward current of air in the storm. അപ്പോൾ അതിനൊരു കാരണം 3000 meters മുകളിൽ വെച്ചിട്ടാണ് ഇത് ഫ്ലൈറ്റ് ക്രാഷ് ചെയ്തത്. അപ്പോൾ അത് പല പീസസ് ആയിട്ട് പറന്നു വന്നു. അപ്പോൾ നമുക്കറിയാമല്ലോ ഇങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് ക്രാഷ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മളായാലും ഓരോ സാധനം ഹെവി ഒബ്ജക്റ്റ് താഴേക്ക് വീഴുമ്പോൾ അതിനൊരു മുകളിലേക്കൊരു പുഷ് ഉണ്ടാവും. അപ്പോൾ ആ മുകളിലേക്കുള്ള പുഷ് കൊണ്ടായിരിക്കണം ഒരു പക്ഷേ മുകളിലേക്കുള്ള ആ പുഷിൽ ജൂലിയൻ പെട്ടിട്ടായിരിക്കണം ജൂലിയന് ഒരു പക്ഷേ ഒന്നും സംഭവിക്കാതിരുന്നത്. ആ ഒരു നമ്മൾ സിനിമയിലൊക്കെ കുറച്ചും കൂടി എളുപ്പത്തിൽ സിനിമയിലൊക്കെ നമ്മൾ കാണാറുണ്ട്. എന്തെങ്കിലും സാധനം വീണ് കഴിഞ്ഞാൽ അതിന്
ഒരു വലിയ ഒബ്ജക്റ്റ് ഭൂമിയിലേക്ക് വീഴുമ്പോൾ അതിന് മുകളിലേക്കൊരു പുഷ് ഉണ്ടാവും, മുകളിലേക്ക് ഒരു അപ്വേർഡ് കറണ്ട് ഉണ്ടാവും. അപ്പോൾ അതിലായിരിക്കണം ഒരു പക്ഷേ ജൂലിയൻ പെട്ടിട്ടുണ്ടാവുക. അങ്ങനെ ആയിരിക്കണം ഒരു പക്ഷേ ജൂലിയൻ സേഫായിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ടാവുക എന്നാണ് ഒരു തിയറി പറയുന്നത്. ബട്ട് വി ഡോണ്ട് ഹാവ് എനി പ്രോപ്പർ എക്സ്പ്ലനേഷൻ അബൌട്ട് ദിസ്. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു.